തിരുവനന്തപുരം BJP ജില്ലാ ജനറൽ സെക്രട്ടറി പാപ്പനംകോട് സജി. സമര പോരാട്ടങ്ങളുടെ മുൻനിര നായകൻ, എല്ലാ സമരങ്ങളിലും മുന്നിൽ നിന്ന് നയിക്കുന്ന ജനനായകനായിട്ടുള്ള പാപ്പനംകോട് സജി നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന വാർഡിൽ നിന്ന് മാറി നമ്മളിപ്പോൾ മേലാങ്കോടിലോട്ട് പോവുകയാണ്. മേലാങ്കോട് നേരത്തെ ഞാൻ കൗൺസിലറായിരുന്നു. അത് കഴിഞ്ഞ് BJPയുടെ തന്നെയായിരുന്നു ശ്രീദേവി. അടുത്ത് ജനറലായപ്പോൾ വീണ്ടും. അപ്പോൾ എത്രമാത്രം വിജയപ്രതീക്ഷ? തീർച്ചയായിട്ടും 100% വിജയപ്രതീക്ഷയുണ്ട്. കാരണം ഞാൻ 5 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ കൗൺസിലറായിരുന്നു. മാക്സിമം വികസന പ്രവർത്തനം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ശേഷം വന്ന SK ശ്രീദേവിയും വളരെ നല്ല വികസന പ്രവർത്തനമാണ് മേലാങ്കോട് വാർഡിൽ കാഴ്ചവെച്ചത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് തീർച്ചയായിട്ടും വീണ്ടും എനിക്ക് നല്ലൊരു ചാൻസ് ഉണ്ട് എന്നാണ് എൻ്റെ പ്രതീക്ഷ. അത് നിലനിർത്തും തീർച്ചയായിട്ടും. അപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്നതാണ് BJP പ്രധാനമായും അജണ്ട. അപ്പം ഇത് സാധ്യമാകും തോന്നുന്നു. തീർച്ചയായിട്ടും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർ ഈ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. യുവാക്കളായിട്ടുള്ള ആൾക്കാർ, പരിചയസമ്പന്നരായിട്ടുള്ള ആൾക്കാർ, സമൂഹത്തിന് വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച ആൾക്കാർ, സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ ആൾക്കാർ, ഇങ്ങനെ എല്ലാ തരത്തിലുമുള്ള വനിതകൾ തന്നെ പല മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ മേഖലയിലുമുള്ള ആൾക്കാർക്ക് പ്രാതിനിധ്യം നൽകിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും BJP ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കും. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഉപരി തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു വികസന പ്രവർത്തനം നടക്കുന്നില്ല. ഇവിടെ വികസന മുരടിപ്പാണ് തിരുവനന്തപുരം നഗരസഭയിൽ നടക്കുന്നത്. അപ്പം BJPക്ക് മാത്രമേ നല്ലൊരു വികസനം കൊണ്ടുവരാൻ സാധിക്കുള്ളൂ എന്ന് തിരുവനന്തപുരത്തെ ജനങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് തൊട്ട് മുമ്പ് നടന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഈ തിരുവനന്തപുരം നഗരത്തിൽ 74 വാർഡുകളിലാണ് BJP 1ാം സ്ഥാനത്തെത്തിയത്. തീർച്ചയായിട്ടും അതിൻ്റെ തുടർച്ച ഈ തിരഞ്ഞെടുപ്പിലും കാണും. BJPയുടെ മേയറായിരിക്കും വരാൻ പോകുന്ന ഈ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തിരുവനന്തപുരത്തെ BJP മേയറായിരിക്കും.